ഗോപൻ സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ കല്ലറ ഇന്ന് തന്നെ പൊളിക്കും. സബ് കളക്ടർ ആൽഫ്രഡിനാണ് മേൽനോട്ട ചുമതല. എന്നാൽ കല്ലറ പൊളിക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് കുടുംബം വ്യക്തമാക്കി. സ്ഥാപനം നപുംസകശിലയിൽ നവരത്നങ്ങൾ ചെയ്ത് പഞ്ചഗവ്യ കലശപൂജ ചെയ്ത് ഇതിനകത്ത് ലിംഗപ്രതിഷ്ഠ ഇനി വയ്ക്കും. 40 ദിവസ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇതിനെ പൊളിക്കാൻ സമ്മതിക്കത്തില്ല. അതായത് ഈ ഹിന്ദു ആചാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പൊളിക്കാൻ പറ്റില്ല. അത് സമാധി ആയതുകൊണ്ട് പൊളിച്ചുകൂടാ. സമാധി ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കാണലെന്ന് പറഞ്ഞ് അവർ കൊടുത്ത ആ മുഹൂർത്തത്തിൽ മക്കൾ പൂജകളും കർമ്മങ്ങളും ചെയ്തേ പറ്റൂ. ആ കർമ്മ സമയത്ത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ ആ പൂജ ആ കർമ്മം പൂർത്തിയാകൂല. സമാധി ആയെന്ന് പറഞ്ഞ ആ സമയം പറഞ്ഞാൽ ഇങ്ങനെയുള്ള നാട്ടുകാർ ചെയ്യാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിച്ച് ആ ടൈം തെറ്റും. മനസ്സിലായ? അപ്പൊ ആ ടൈം തെറ്റുമ്പോൾ പിന്നെ എന്തിനു കൊണ്ട് നമ്മൾ സമാധി എന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടാ? അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, ഇതിൽ കുടുംബം ചില വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ നടക്കാൻ പോകുന്നത്? ഇന്ന് തന്നെ അത് പൊളിക്കുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. വലിയ പോലീസ് സംഘമൊക്കെ സ്ഥലത്തുണ്ടോ? അനുജ, എന്തായാലും ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് തന്നെ പൊളിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. കളക്ടറുടെ ഉത്തരവ് വന്നു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ ഇവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി പോയി കഴിഞ്ഞു. നെയ്യാറ്റിൻകര AC അടക്കമുള്ള ഇൻസ്പെക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്ത ഒരു ക്ഷേത്രത്തിൽ ചില ചടങ്ങുകൾ നടക്കുകയാണ്. അവിടെ കുറച്ച് VIPs ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയാണ് ഉള്ളത്. അവരെല്ലാം കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തും. അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരെത്തും. സയന്റിഫിക് എക്സ്പേർട്ടുകൾ ഇവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കല്ലറ പൊളിക്കുന്നതിനുള്ള ജോലികൾ തുടങ്ങുന്നത്. എന്തായാലും ഇതിനെതിരെ കുടുംബം വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ചു കഴിഞ്ഞു. കാരണം ഇത് വിശ്വാസ സംബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ കൂടുതൽ വിന്യസിച്ചുകൊണ്ട് കല്ലറ പൊളിച്ച് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ശവശരീരം ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യത്തെ കടമ്പ. അതാണ് പ്രധാനമായും ഇന്ന് പോലീസ് ചെയ്യുന്നത്. അതിനുശേഷം മൃതദേഹമുണ്ടെങ്കിൽ അത് സയന്റിഫിക് എക്സ്പേർട്ടുകൾ അടക്കമുള്ള പരിശോധിച്ചതിന് ശേഷം അത് ഈ സമാധിയായതാണോ അതല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ഇവിടെ കൊണ്ട് വച്ചതാണോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിരുന്നതിന് ശേഷം അദ്ദേഹം മരിച്ചതാണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതൊക്കെ അതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കുകയുള്ളൂ. അതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുള്ളൂ. എന്തായാലും കുടുംബം ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. കാരണം അവർ പറയുന്ന അനുസരിച്ചിട്ട് അവരുടെ അച്ഛൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് സമാധിയാകുമെന്നുള്ളൊരു സമയമടക്കമുള്ള കാര്യങ്ങൾ. അദ്ദേഹം സ്വയം നടന്നു പോയി അവിടെ ഇരുന്ന് സമാധിയായതാണ്. അതിനുശേഷമുള്ള പൂജയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ സ്ലാബ് ഇങ്ങനെ മൂടിയതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്, ഭാര്യയും മക്കളടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ പരാതിയിൽ മിസ്സിംഗ് കേസാണ് നിലവിൽ പോലീസ് എടുത്തിട്ടുള്ളത്. എന്തായാലും മിസ്സിംഗ് കേസ് എടുത്ത സാഹചര്യത്തിൽ പോലീസിന് ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടോ എന്ന് ബോധ്യപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കല്ലറ പൊളിക്കുന്നത്. എന്തായാലും ഈ നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും. ഉച്ചയോടെ തന്നെ ഈ നടപടികൾ ആരംഭിക്കും. സബ് കളക്ടറിനാണ് ഇതിന്റെ മേൽനോട്ട ചുമതല. അജീഷ്, ഇതിൽ മക്കൾ പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. ഒരാൾ പറയുന്നത് മരിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് ഇരുത്തിയെന്ന്, മറ്റൊരാൾ അതല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു ദുരൂഹത പോലീസ് സംശയിക്കുന്നില്ലേ? അതായത് മക്കളുടെ മൊഴി ഒരുപോലെയാണ്. അതായത് മക്കൾ പറയുന്നത് അദ്ദേഹം നടക്കാനൊക്കെ പറ്റുമായിരുന്നു, ചെറിയ മുടന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് നടക്കാൻ കഴിയുമായിരുന്നു, അദ്ദേഹം ഇവിടെ പൂജയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് രണ്ട് മക്കളും പറയുന്നത്. അദ്ദേഹം അങ്ങനെ വ്യാഴാഴ്ച രാവിലെ 10:30 അദ്ദേഹത്തിന് സമാധിയിരിക്കാൻ സമയമായെന്ന് പറഞ്ഞ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുമായിരുന്നാണ് മക്കളുടെ മൊഴി. മറ്റൊരു ബന്ധു ആണ് ഒരു വൈരുദ്ധ്യമുള്ളൊരു മൊഴി നൽകിയത്. അവരാണ് പറഞ്ഞത് അദ്ദേഹം കിടപ്പിലായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വയം എഴുന്നേറ്റ് നടന്നു പോയി ഇവിടെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു മൊഴി നൽകിയത്. അതിലാണ് ഒരു വൈരുദ്ധ്യം പോലീസിനുള്ളത്. എന്തായാലും ഈ കല്ലറ തുറന്ന് പരിശോധിച്ച് അതിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവച്ചതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇരുന്ന് മരിച്ചതാണോ എന്നുള്ളൊരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ തുടരന്വേഷണം പോലീസിന് സാധ്യമാകുള്ളൂ. എന്തായാലും ആ കാര്യത്തിലായിരിക്കും പോലീസ് എന്തായാലും ഒരു മുൻഗണന കൊടുക്കുക. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇതിന് ശേഷമായിരിക്കും എന്തായാലും തുടർന്ന് മറ്റുള്ളവരുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും അന്ന് ഈ വ്യാഴാഴ്ച ദിവസം രാവിലെ ഈ ഇദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ഇളയ മകനും രാജസേനനും അദ്ദേഹത്തിന്റെ ഭാര്യ സുലോചനയും മാത്രമായിരുന്നു ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അവരുടെ മൊഴി പ്രകാരം അദ്ദേഹം ഈ ഗോപൻ സ്വാമി നടന്നു പോയി ഇവിടെ ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അന്ന് രാത്രിയൊക്കെ പൂജയൊക്കെ നടത്തി പുലർച്ചെയോടെയാണ് ഇവിടെ ഇങ്ങനെ ഈ സ്ലാബ് ഇട്ട് മൂടിയത്. അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇത് സ്ലാബ് ഒന്നുമല്ല, അവർ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെ ശില എന്നൊക്കെയാണ് പറഞ്ഞത്. നേരത്തെ തന്നെ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സമാധിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ടുവച്ച ശില എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെടാൻ അനുവദിക്കില്ല, അതുകൊണ്ട് കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് അവർ ആദ്യം തന്നെ പറഞ്ഞിരുന്നത്. നമ്മളോട് പ്രതികരിച്ചപ്പോഴും അവരുടെ ഭാര്യയും മക്കളും അടക്കം അങ്ങനെയാണ് പ്രതികരിച്ചത്. പക്ഷേ പോലീസിന് മിസ്സിംഗ് കേസ് എടുത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് സ്ഥിരീകരിക്കണം, കണ്ടെത്തണം. അതുകൊണ്ടാണ് ഈ കല്ലറ പൊളിക്കുന്നത്. ഇവിടെ ഉണ്ടെന്നുള്ളൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്, മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. കൂടുതൽ സേനാംഗങ്ങളെ അല്പസമയത്തിലേക്ക് ഇവിടെ വിന്യസിക്കും. എന്തായാലും പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉച്ചയോടെ തന്നെ ഈ കല്ലറ പൊളിക്കുന്ന ഈ നടപടികൾ തുടങ്ങും. സബ് കളക്ടർ ആയിരിക്കും അതിന് മേൽനോട്ടം വഹിക്കുക. എന്തെങ്കിലും പ്രതിഷേധ സാധ്യത ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പോലീസിനെ വിന്യസിക്കും. അതിനുശേഷം സയന്റിഫിക് എക്സ്പേർട്ടുകളടക്കം ഒരു പ്രാഥമിക പരിശോധന നടത്തും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഗോപൻ എന്നയാളുടെ ദുരൂഹ മരണത്തിലാണ് ഇന്നിപ്പോൾ കല്ലറ പൊളിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. സബ് കളക്ടർ ആൽഫ്രഡിന് ഇതിന്റെ മേൽനോട്ട ചുമതല നൽകിയിട്ടുണ്ട്. കളക്ടറാണ് സമാധി പൊളിക്കാമെന്ന നിർദ്ദേശം, ഉത്തരവ് ഇട്ടത്. എന്നാൽ അതിന് അനുവദിക്കില്ല എന്നുള്ളതാണ്. വിശ്വാസപരമായ ചില പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് തന്നെ പൊളിക്കാൻ അനുവദിക്കില്ല എന്നത് കുടുംബവും പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സമാധി പൊളിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടേക്ക് വലിയ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്.